എല്ലാവർക്കും നമസ്കാരം. നമുക്ക് ഇന്നൊരു ഈ കയ്പ്പയ്ക്ക വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറി പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. എങ്ങനെയാണ് ഉണ്ടാക്കുക നോക്കാം. ഈ കറിക്കായിട്ട് കുറച്ച് പരിപ്പ്, ഒരു 2 പിടി പരിപ്പ് വേവിച്ചെടുക്കും. ഒരു ചീഞ്ചട്ടി ചൂടാക്കിയതിന് ശേഷം ചെറുതായി അരിഞ്ഞ് വെച്ച കയ്പ്പയ്ക്ക അതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്ന് വറുത്ത് കൊടുക്കുക. വല്ലാതെ ബ്രൗൺ കളറൊന്നും ആവണ്ട, ഒന്ന് വറുത്തിട്ട് നന്നായിട്ട് വറുത്ത് കൊടുക്കുക. കുറച്ചൊരു പച്ച കുത്തലൊക്കെ പോകാൻ വേണ്ടിയിട്ടാണത്. കയ്പ്പയ്ക്കയിലേക്ക് 2 പച്ചമുളകും ഒന്ന് ചീന്തിയിട്ട് കൊടുക്കുക. കുറച്ച് തേങ്ങ എടുത്തിട്ട് കുറച്ച് ജീരകം, 1 കപ്പ് തേങ്ങ എടുത്തിട്ട് കുറച്ച് ജീരകവും ചേർത്തിട്ട് നന്നായിട്ട് അരച്ച് കയ്പ്പയ്ക്കയൊക്കെ വഴറ്റിയെടുത്തു. നന്നായി വേവിച്ചെടുത്ത പരിപ്പിലേക്ക് നമ്മൾക്ക് കയ്പ്പയ്ക്കയൊക്കെ ചേർത്ത് കൊടുക്കും. നന്നായി വേവിച്ച പരിപ്പിലേക്ക് കയ്പ്പയ്ക്ക ചേർത്തതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കും, കുറച്ച് മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് ഒരു കറീൻ്റെ കൺസിസ്റ്റൻസിയിലാക്കിയിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. പരിപ്പുമായി നന്നായിട്ട് ചേരട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് തേങ്ങ അരച്ചത് ഒഴിച്ചു കൊടുക്കാം. കയ്പ്പയ്ക്ക പരിപ്പുമായിട്ട് നന്നായിട്ട് ചേർന്നു. ഇനി നമുക്ക് അരച്ച അരപ്പ് ചേർത്ത് കൊടുക്കാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അത്. കാരണം കയ്പ്പയ്ക്ക കൊണ്ട് സാധാരണ നമ്മൾ ഉപ്പേരി, മെഴുക്ക് പുരട്ടി ഒക്കെയല്ലേ ഉണ്ടാക്കുള്ളൂ. ഇതുകൊണ്ട് ഒരു കറിയും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇനി ഒന്ന് തിളച്ചതിന് ശേഷം നമുക്കിതിലേക്ക് വറവിട്ട് കൊടുക്കാം. കയ്പ്പയ്ക്ക വറുത്ത അതേ ചീഞ്ചട്ടിയിൽ തന്നെ നമുക്ക് വറവിടുകയും ചെയ്യാം. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. വളരെ സിമ്പിളായിട്ടുള്ള വറവാണ് കേട്ടോ. കടുകിട്ട് കൊടുത്തു, കറിവേപ്പില, ചുവന്ന മുളക് ഇട്ട് കൊടുത്തു, കുറച്ച് ഉലുവ. സാധാരണ ഇതിൽ ഉലുവ ഇടില്ല കേട്ടോ, പക്ഷെ എനിക്ക് അതിൻ്റെ ടേസ്റ്റ് നല്ല ഇഷ്ടമാണ്, അതുകൊണ്ട് കുറച്ച് ഉലുവ. കറിയിലേക്ക് വറവിട്ട് കൊടുത്തു. കുറച്ച് നേരം ഒന്ന് അടച്ചു വയ്ക്കുക. ടേസ്റ്റിയായ കയ്പ്പയ്ക്ക വെച്ചിട്ടുള്ള കറി റെഡിയായി. ഇതിന് എലിശ്ശേരി എന്നും പറയാം, എന്ത് വേണമെങ്കിലും നമുക്ക് പേരിട്ട് വിളിക്കാം. പക്ഷേ നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ.